നമസ്കാരം, എല്ലാവർക്കും അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. എന്റെ പേര് ആന്റണി രാജ്. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് കറണ്ട് അഫയേഴ്സ്. മെയ് മാസത്തെ 2023 മെയ് മാസത്തെ കറണ്ട് അഫയേഴ്സിന്റെ മൂന്നാമത്തെ ഭാഗമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായി പോകുന്നത്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യത്തെ പോയിന്റിലേക്ക് കടക്കാം. ISRO എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. അറിയാം അല്ലെ? ISROയുടെ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? അറിയാം, എസ് സോമനാഥ് അല്ലെ? ISROയുടെ ഇപ്പോഴത്തെ ചെയർമാനാണ് എസ് സോമനാഥ് അല്ലെ? സോമനാഥ്. ISROയുടെ സെമി ക്രയോജനിക് എഞ്ചിൻ, ഈ ISRO സെമി ക്രയോജനിക് എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ച സ്ഥലം ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാം. കറണ്ട് അഫയേഴ്സ് ചോദ്യമാണ്. ISRO സെമി ക്രയോജനിക് എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ചത് എവിടെ? തമിഴ്നാട്ടിലെ മഹേന്ദ്രഗിരി. ഓർത്തു വെച്ചോളൂ, തമിഴ്നാട്ടിലെ മഹേന്ദ്രഗിരി. എന്താണ് ചോദ്യം? ISRO സെമി ക്രയോജനിക് എഞ്ചിൻ വിജയകരമായി പരീക്ഷിച്ച സ്ഥലം ഏത്? മഹേന്ദ്രഗിരി, തമിഴ്നാട്. മഹേന്ദ്രഗിരി, തമിഴ്നാട്. ആദ്യത്തെ പോയിന്റ് വ്യക്തമാണ്, ക്ലിയർ ആണ്, പഠിച്ചു വെച്ചോണം, നല്ല പോയിന്റ് ആണ്. അടുത്ത പോയിന്റ്, ഇന്ത്യയിൽ ആദ്യമായി റീഡിംഗ് ലോഞ്ച് നിലവിൽ വന്നത് ഏത് വിമാനത്താവളത്തിൽ? ഇന്ത്യയിൽ ആദ്യമായി റീഡിംഗ് ലോഞ്ച് നിലവിൽ വന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി വിമാനത്താവളം. ലാൽ ബഹദൂർ ശാസ്ത്രി വിമാനത്താവളം. ഇന്ത്യയിൽ ആദ്യമായി റീഡിംഗ് ലോഞ്ച് നിലവിൽ വന്നത് എവിടെ? റീഡിംഗ് വായിക്കാൻ വേണ്ടി റീഡിംഗ് ലോഞ്ച് നിലവിൽ വന്നത് ലാൽ ബഹദൂർ ശാസ്ത്രി വിമാനത്താവളം. അതെവിടെ? അത് വാരണാസി. വാരണാസി. ലാൽ ബഹദൂർ ശാസ്ത്രി വിമാനത്താവളം എവിടെ? വാരണാസി. അവിടെ എന്ത് വന്നു? റീഡിംഗ് ലോഞ്ച് നിലവിൽ വന്നു എന്നാണ് പറഞ്ഞത്. അടുത്ത ഭാഗത്തേക്ക് വരാം. ഒരു നോവലിന്റെ പേരാണ്, പുതിയൊരു നോവലാണ്, പേര് താക്കോൽ. താക്കോൽ എന്ന നോവൽ. താക്കോൽ എന്ന നോവൽ ആരുടേതാണ് ചോദിക്കാം. താക്കോൽ എന്ന നോവൽ ആരുടേതാണ്? ആനന്ദിന്റേതാണ്. ആനന്ദ്. ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര്? പി സച്ചിദാനന്ദൻ. ആനന്ദ് എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് പി സച്ചിദാനന്ദൻ. അദ്ദേഹത്തിന്റെ പുതിയ നോവലിന്റെ പേരാണ് താക്കോൽ. താക്കോൽ. ഓക്കെ. അടുത്ത പോയിന്റ്, ട്വിറ്റർ അല്ലെ? ട്വിറ്ററിന്റെ സിഇഒ എന്ന് പറഞ്ഞാൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ട്വിറ്ററിന്റെ സിഇഒ ആയി പുതിയതായിട്ട് നിയമിതനായത് ആരാണ്? പേരാണ് അല്ലെങ്കിൽ ആദ്യത്തെ വനിത. ട്വിറ്ററിന്റെ സിഇഒ ആവുന്ന ആദ്യത്തെ വനിതയാണ് കേട്ടോ. പേര് ലിൻഡ. പേരെന്താണ്? ലിൻഡ. മുഴുവൻ പേര് ലിൻഡ യാക്കരിനോ എന്നാണ് പേര്. ലിൻഡ യാക്കരിനോ എന്നാണ് പേര്. ട്വിറ്ററിന്റെ സിഇഒ ആയ ആദ്യത്തെ വനിത എന്നോ ട്വിറ്ററിന്റെ നിലവിലത്തെ സിഇഒ ആരെന്നോ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതണം ലിൻഡ യാക്കരിനോ കേട്ടോ. ലിൻഡ യാക്കരിനോ. ഓക്കെ. അടുത്ത പോയിന്റ്, പരീക്ഷയ്ക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യമാണ്. ജൂൺ 23 ഗ്രാസ് റൂട്ട് ദിനം. ഗ്രാസ് റൂട്ട് ദിനം. ജൂൺ 23 ഗ്രാസ് റൂട്ട് ദിനം. ആരുടെ ബർത്ത്ഡേക്കാണ് ഇത് ആചരിച്ചു തുടങ്ങിയത്? PK ബാനർജി എന്ന ഫുട്ബോൾ താരത്തിന്റെ. PK ബാനർജി എന്ന ആളുടെ ജന്മദിനമാണ് ജൂൺ മാസം 23-ാം തീയതി. അന്ന് എന്തായിട്ട് ആചരിച്ചു തുടങ്ങി? ഗ്രാസ് റൂട്ട് ദിനമായിട്ട് ആചരിക്കാനായിട്ട് തുടങ്ങി. ഗ്രാസ് റൂട്ട് ദിനം എന്ന് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയാണ്. ജൂൺ 23. പഠിച്ചോ? ജൂൺ 23 ഗ്രാസ് റൂട്ട് ദിനം. PK ബാനർജിയുടെ ജന്മദിനം. കൃത്യമായിട്ട് പഠിച്ചു പോവുക. അടുത്തത്, ഓപ്പറേഷൻ സമുദ്രഗുപ്ത. ഓപ്പറേഷൻ സമുദ്രഗുപ്ത. ഗുപ്തൻ എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഗുപ്തൻ അല്ലെ? ഗുപ്ത. ഗുപ്ത സാമ്രാജ്യം അല്ലെ? അപ്പൊ സമുദ്രഗുപ്ത. ഓപ്പറേഷൻ സമുദ്രഗുപ്ത. ഓപ്പറേഷൻ സമുദ്രഗുപ്ത എന്താണ്? മയക്കുമരുന്ന് കപ്പൽ കണ്ടുപിടിക്കുക. മയക്കുമരുന്ന് കടത്തുന്ന കപ്പലുകൾ പിടിച്ചെടുക്കുക. ആര്? നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. 2 പോയിന്റ് ഓർക്കുക. ഇവിടെ 2 പോയിന്റ് കണക്ട് ചെയ്യുക. ഇനി കിട്ടും അല്ലെ? മയക്കുമരുന്ന് കടത്തുന്ന കപ്പൽ പിടിച്ചെടുക്കുന്നതിനായുള്ള നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ സമുദ്രഗുപ്ത. ഓപ്പറേഷൻ സമുദ്രഗുപ്ത. ഒന്നുകൂടെ പറഞ്ഞുതരാം. മയക്കുമരുന്ന് കടത്തുന്ന കപ്പൽ പിടിച്ചെടുക്കുന്നതിനായിട്ടുള്ള നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെ പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ സമുദ്രഗുപ്ത. ഓപ്പറേഷൻ സമുദ്രഗുപ്ത. പഠിച്ചോണേ. മഹേന്ദ്രഗിരി, തമിഴ്നാട് ഓർമ്മയുണ്ട്. റീഡിംഗ് ഗ്ലോബ് ലാൽ ബഹദൂർ ശാസ്ത്രി എയർപോർട്ട്. താക്കോല് ആനന്ദ്. ട്വിറ്റർ സിഇഒ ലിൻഡ യാക്കരിനോ. ഗ്രാസ് റൂട്ട് ദിനം ജൂൺ 23.
ഓപ്പറേഷൻ സമുദ്രഗുപ്ത, നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ. ഓക്കെ, ഇനി അടുത്ത പോയിന്റ്, പ്രവാസി മിത്രം. പ്രവാസി മിത്രം ഒരു പദ്ധതിയുടെ പേരാണ് പ്രവാസി മിത്രം കേട്ടോ. പ്രവാസി മിത്രം ഇതൊരു പോർട്ടലാണ്, ഒരു വെബ് പോർട്ടലാണ് പ്രവാസി മിത്രം. റവന്യൂ സേവനങ്ങൾ ഓൺലൈനായിട്ട് കൊടുക്കുന്നു. റവന്യൂ സേവനങ്ങൾ ഓൺലൈനായി കൊടുക്കുന്നു. ആർക്ക് കൊടുക്കുന്നു? പ്രവാസികൾക്ക് അല്ലെ. പ്രവാസികൾ നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ നല്ല രീതിയിൽ പിടിച്ചു നിർത്തുന്നുണ്ട്. അപ്പൊ അവർക്കും വേണ്ടുന്ന സഹായങ്ങൾ കൊടുക്കണം. ആര് കൊടുക്കുന്നു? റവന്യൂ സേവനങ്ങൾ പ്രവാസികൾക്ക് ഓൺലൈനായി റവന്യൂ സേവനങ്ങൾ നൽകുന്ന പോർട്ടലിന്റെ പേരാണ് എന്ത്? പ്രവാസി മിത്രം. പ്രവാസി മിത്രം. പ്രവാസി മിത്രം. റവന്യൂ സേവനങ്ങൾ ഓൺലൈനായി പ്രവാസികൾക്ക് നൽകുന്ന പോർട്ടലിന്റെ പേരാണ് പ്രവാസി മിത്രം. പ്രവാസി മിത്രം ഓർത്തു വെച്ചോളൂ. നല്ലൊരു പോയിന്റ് ആണ്. അടുത്തത്, തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം ഏത്? ദാറ്റ് ഈസ് കേരളം. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. പഠിച്ചു വെച്ചോളൂ. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം ഏതാണ്? കേരളമാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ക്ഷേമനിധി ഏർപ്പെടുത്തിയ ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. കേരളം. അടുത്ത പോയിന്റ്, ദയാവധം നിയമവിധേയമാക്കിയ യൂറോപ്യൻ രാജ്യം. 2023 ദയാവധം നിയമവിധേയമാക്കിയ യൂറോപ്യൻ രാജ്യമാണ് പോർച്ചുഗൽ. നമ്മൾ പഠിക്കാറുണ്ട്, കേരളത്തിലേക്ക് എത്തിയ അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് എത്തിയ ആദ്യത്തെ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ എന്നൊക്കെ പഠിക്കാറില്ലേ. സോ ദയാവധം 2023 നിയമവിധേയമാക്കിയ യൂറോപ്യൻ രാജ്യമാണ് പോർച്ചുഗൽ. ഓർത്തു വെച്ചോളൂ. പോർച്ചുഗൽ. വാസ്കോ ഡ ഗാമ പോർച്ചുഗീസുകാരനായിരുന്നു. പോർച്ചുഗൽ. അടുത്ത പോയിന്റ്, പിങ്ക് പാർക്ക്. കേൾക്കുമ്പോഴേ മനസ്സിലായി ആർക്ക് വേണ്ടിയിട്ടുള്ള പാർക്കാ? സ്ത്രീകൾക്ക് വേണ്ടി പിങ്ക് പാർക്ക് ആരംഭിച്ച ഇന്ത്യയിലെ നഗരം ഏത്? ഡൽഹി. സ്ത്രീകൾക്ക് വേണ്ടി പിങ്ക് പാർക്ക് ആരംഭിച്ച ഇന്ത്യയിലെ നഗരം ഏതാണ്? ഡൽഹിയാണ്. ഡൽഹിയിൽ പിങ്ക് പാർക്കുകൾ ആരംഭിച്ചു. ആർക്ക് വേണ്ടി? സ്ത്രീകൾക്ക് വേണ്ടി. സ്ത്രീകൾക്ക് ഒരു സ്ഥലം. അടുത്ത പോയിന്റ്, ഒരു കൃതിയാണ് ഉപ്പുപാടത്തെ ചന്ദ്രോദയം. ആരുടെ കൃതി? കെ ടി ജലീലിന്റെ ബുക്കാണ് ഏത്? ഉപ്പുപാടത്തെ ചന്ദ്രോദയം. ഓർത്തു വെച്ചോണേ, ഉപ്പുപാടത്തെ ചന്ദ്രോദയം, കെ ടി ജലീൽ. അടുത്ത പോയിന്റ്, ടൂറിസം വകുപ്പിന് കീഴിലുള്ള സംസ്ഥാന ടൂറിസം വകുപ്പിന് കീഴിലുള്ള ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വന്നത് എവിടെ? ആക്കുളം. തിരുവനന്തപുരം. സംസ്ഥാന ടൂറിസം വകുപ്പിന് കീഴിലുള്ള ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ്, ടൂറിസം വകുപ്പിന് കീഴിലുള്ള എന്നുള്ളത് ഓർത്തു വെക്കുക. സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് എന്നല്ല, ടൂറിസം വകുപ്പിന് കീഴിലുള്ള സംസ്ഥാനത്തെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജ് നിലവിൽ വന്നത് എവിടെ? ആക്കുളം. അടുത്തത്, മെയ് 31 എന്ന് പറയുന്നത് പുകയില വിരുദ്ധ ദിനമാണ്. മെയ് 31 എന്ന് പറയുന്നത് പുകയില വിരുദ്ധ ദിനമാണ്. മയക്കുമരുന്ന് വിരുദ്ധ ദിനമല്ല, പുകയില വിരുദ്ധ ദിനമാണ് മെയ് 31. 2023 പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയമാണ് വി നീഡ് ഫുഡ് നോട്ട് ടൊബാക്കോ. ഞങ്ങൾക്ക് ആഹാരമാണ് ആവശ്യം, പുകയില അല്ല കേട്ടോ. വി നീഡ് ഫുഡ് നോട്ട് ടൊബാക്കോ. മെയ് 31 പുകയില വിരുദ്ധ ദിനം. ഈ ഒരു ഭാഗത്ത് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. നമുക്ക് രണ്ടാമത്തെ ഈ ഒരു ഭാഗത്തേക്ക് പോകാൻ ശ്രദ്ധിക്കൂ. അടുത്തത് ഒരു പദ്ധതിയാണ്. പദ്ധതിയുടെ പേര് ശലഭം. എന്താണ് പേര്? എന്താണ് ശലഭം എന്ന പദ്ധതി? ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ, സർക്കാർ ആശുപത്രികളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യം പരിശോധിക്കുന്ന പദ്ധതിയുടെ പേരാണ് ശലഭം. ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ സമഗ്ര ആരോഗ്യം സംരക്ഷിക്കുന്ന അല്ലെങ്കിൽ പരിശോധിക്കുന്ന പദ്ധതിയുടെ പേരാണ് എന്ത്? ശലഭം. ഓർത്തോളൂ, ശലഭം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇങ്ങനെ പുഴുവായി വന്നു, പിന്നെ എന്തായിട്ട് മാറുന്നു? പൂമ്പാറ്റയായി മാറുന്നു അല്ലെ. അപ്പൊ ആ ഒരു ഇത് നിങ്ങൾ ആലോചിക്കൂ, കുട്ടികളുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ആലോചിക്കുക. ഇനി അടുത്തത് ചോദിക്കാൻ നല്ലൊരു ചോദ്യമാണ്, എവിടെയാണ് തുംഗനാഥ ക്ഷേത്രം? തുമ്പ എവിടെയെന്ന് ചോദിച്ചാൽ അറിയാം, തുമ്പ തിരുവനന്തപുരം. തുമ്പ അറിയാം, തുമ്പ തിരുവനന്തപുരത്താണ്. ഇത് തുംഗനാഥ ക്ഷേത്രം.
തുംഗനാഥ ക്ഷേത്രം. എവിടെയാണ് തുംഗനാഥ ക്ഷേത്രം? ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡ്. തുംഗനാഥ ക്ഷേത്രം ഉത്തരാഖണ്ഡ്. തുംഗനാഥ ക്ഷേത്രം ഉത്തരാഖണ്ഡ്. ഇത് എന്തായിട്ട് പ്രഖ്യാപിച്ചു? ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ചു. ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ച തുംഗനാഥ ക്ഷേത്രം ഉത്തരാഖണ്ഡിലാണ്. ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ച തുംഗനാഥ ക്ഷേത്രം ഉത്തരാഖണ്ഡിലാണ്. അപ്പൊ അതും സെറ്റായി. ഇനി ഗാഡ്ക കേട്ടോ, ഈ പദം ഓർത്തോണേ. ഗാഡ്ക, ഗാഡ്ക ഇതൊരു ആയോധന കലയാണ്. എവിടെ ഉള്ളത്? പഞ്ചാബിലുള്ള ഒരു ആയോധന കലയാണ് ഗാഡ്ക എന്നുള്ള പോയിന്റ് ഫസ്റ്റ് പഠിക്കണം. പഞ്ചാബിലുള്ള ഒരു ആയോധന കലയാണ് ഗാഡ്ക എന്നുള്ളത് പഠിക്കണം. പഞ്ചാബിലുള്ള ആയോധന കലയ്ക്കായ ഗാഡ്ക 37ാം ദേശീയ ഗെയിംസിൽ ഉൾപ്പെടുത്തി. മനസ്സിലായോ? അപ്പൊ 37ാമത് ദേശീയ ഗെയിംസിൽ ഉൾപ്പെടുത്തിയ പഞ്ചാബിലെ ആയോധന കല ഏത് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതണം. ഗാഡ്ക. കിട്ടിയോ? ഗാഡ്ക. ഓക്കെ. അപ്പൊ ആ ഒരു പോയിന്റ് അവിടെ സെറ്റായി. ഇനി അടുത്തത് നവംബർ 26. നമ്മളൊരു സിറ്റിസൺ എന്ന നിലയിൽ, വി ആർ സിറ്റിസൺസ്, ഇന്ത്യൻ സിറ്റിസൺസ് അല്ലെ? ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ നമുക്കറിയാം നവംബർ 26 ഇന്ത്യയുടെ ഭരണഘടനാ ദിനമാണ്. അല്ലെങ്കിൽ നിയമദിനം. രണ്ട് രീതി പറയാം. ഭരണഘടനാ ദിനം അല്ലെങ്കിൽ നിയമദിനം നവംബർ 26 ആണ്. നമുക്കറിയാം 1949 നവംബർ മാസം 26-ാം തീയതിയാണ് ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിക്കുന്നത്. 49 നവംബർ 26 അംഗീകരിക്കുന്നെന്നാ പറഞ്ഞത് കേട്ടോ. നിലവിൽ വരുന്ന 50 ജനുവരി 26-നാണ്. അപ്പൊ ഈ നവംബർ 26 ആണ് ഇന്ത്യയിൽ ഭരണഘടനാ ദിനമായിട്ട് ആചരിക്കുന്നു, അല്ലെങ്കിൽ ദേശീയ നിയമ ദിനമായിട്ട് ആചരിക്കുന്നു. നവംബർ 26 UN പൊതുസഭ എന്തായിട്ടും പ്രഖ്യാപിച്ചു? സുസ്ഥിര ഗതാഗത ദിനമായിട്ട് പ്രഖ്യാപിച്ചു. പരീക്ഷയ്ക്ക് ചോദിക്കാം, UN പൊതുസഭ സുസ്ഥിര ഗതാഗത ദിനമായി പ്രഖ്യാപിച്ചത് ഏത് ദിവസത്തെ? നവംബർ 26. എല്ലാം കണക്ട് ചെയ്ത് പഠിച്ചോളൂ. നവംബർ 26. സംസ്ഥാന സ്ത്രീധന നിരോധന ദിനവും നവംബർ 26 തന്നെയാണ് എന്നുള്ള പോയിന്റ് കൂടെ നിങ്ങളൊന്ന് ഓർത്തു വെച്ചു. സംസ്ഥാന സ്ത്രീധന നിരോധന ദിനം നവംബർ 26 തന്നെയാണ്. അപ്പോൾ ആ പോയിന്റും വ്യക്തമായിട്ട് മനസ്സിലായി. പോയിന്റ് ആയിട്ടാണ് പറഞ്ഞു തരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാക്കി പോവുക. ഇനി അടുത്തത് ക്വാഡ് ഉച്ചകോടി. 2023 ക്വാഡ് ഉച്ചകോടി ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ നടത്തുന്നതിനായിട്ടായിരുന്നു തീരുമാനിച്ചിരുന്നത്. ക്യാൻസൽ ആയതിനെ തുടർന്ന് 2023 ക്വാഡ് ഉച്ചകോടിക്ക് വേദിയാവുന്നത് ഹിരോഷിമയും നാഗസാക്കിയും ഒക്കെ കേട്ടിട്ടുണ്ടല്ലോ. 2023 ക്വാഡ് ഉച്ചകോടിക്ക് വേദിയാവുന്നത് ഹിരോഷിമ ജപ്പാൻ. ക്വാഡ് ഹിരോഷിമ ജപ്പാൻ. ഇനി അടുത്തത് മ്യാൻമറിൽ ദുരിതം വിതച്ച മോക്ക ചുഴലിക്കാറ്റിനെ തുടർന്ന് മ്യാൻമറിൽ ഒരുപാട് പേര് എന്ത് ചെയ്തു? ദുരിതത്തിൽ അകപ്പെട്ടു. ഇതിനെതിരെ മ്യാൻമറിന് സഹായവുമായിട്ടുള്ള ഇന്ത്യ ഗവൺമെന്റിന്റെ പദ്ധതിയാണ് ഓപ്പറേഷൻ കരുണ. മോക്ക ചുഴലിക്കാറ്റിനെ തുടർന്ന് മ്യാൻമറിൽ ഉണ്ടായ ബുദ്ധിമുട്ടുകൾ നീക്കം ചെയ്യുന്നതിനായി ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ഓപ്പറേഷൻ കരുണ. നമ്മളൊരു കരുണ കാണിക്കുന്നു. ഓപ്പറേഷൻ കരുണ. ഇനി ചോദിക്കാൻ നല്ല പോയിന്റ്, നിയമസഭാ പ്രസംഗങ്ങൾ ആരുടെ കൃതിയാണ്? രമേശ് ചെന്നിത്തലയുടെ കൃതിയാണ് നിയമസഭാ പ്രസംഗങ്ങൾ. ഉപ്പുപാടത്തെ ചന്ദ്രോദയം KT ജലീൽ. നിയമസഭാ പ്രസംഗങ്ങൾ രമേശ് ചെന്നിത്തല. ഇനി അടുത്തത് ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായിട്ട് UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ പദ്ധതിയുടെ പേരാണ് സാരഥി. ദേശീയ വിദ്യാഭ്യാസ നയത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായിട്ട് UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷന്റെ പദ്ധതിയുടെ പേരാണ് എന്ത്? സാരഥി കേട്ടോ. UGC യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷൻ എന്നാണ് നിലവിൽ വന്നത് എന്നൊരു ചോദ്യം ചോദിച്ചാൽ 1953 എന്ന് പഠിക്കണം. 1953 ഡിസംബർ മാസം 28-ാം തീയതിയാണ് UGC നിലവിൽ വരുന്നത് കേട്ടോ. ഈ UGCയുടെ നിലവിലെ ചെയർമാന്റെ പേര് M ജഗദീഷ് കുമാർ എന്നാണ് കേട്ടോ. M ജഗദീഷ് കുമാർ. UGCയുടെ ഇപ്പോഴത്തെ ചെയർമാന്റെ പേര് M ജഗദീഷ് കുമാർ എന്നാണ്. ഓക്കെ, അഡീഷണൽ ഫാക്ട് ആയിട്ട് അതുകൂടെ നിങ്ങൾ
പഠിച്ചു വെക്കുക. അടുത്ത പോയിന്റ് ആയിട്ട് വരാം. 2023 പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? സുരേഷ് ഗോപി. ആർക്കാണ്? സുരേഷ് ഗോപി. 2023 പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? സുരേഷ് ഗോപിക്കാണ് ലഭിച്ചത് കേട്ടോ. സുരേഷ് ഗോപി. പണ്ഡിറ്റ് കറുപ്പൻ പുരസ്കാരം 2023 സുരേഷ് ഗോപി. അടുത്ത പോയിന്റ്, സൗരയൂഥത്തിൽ കുറെ ഗ്രഹങ്ങൾ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഗ്രഹങ്ങളുണ്ട്, ഉപഗ്രഹങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ സൗരയൂഥത്തിലുള്ളത് ഏത് ഗ്രഹത്തിനാണെന്ന് ചോദിച്ചാൽ പഠിച്ചോളൂ. ശനി 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 ശനിക്കാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള സൗരയൂഥത്തിലെ ഗ്രഹം ഏത്? ശനിയാണ്. ശനിക്ക് ഇപ്പൊ 145 വ്യാഴത്തിനെ മറികടന്നു കേട്ടോ. 145 ഉപഗ്രഹങ്ങളായി ശനിക്ക്. പുതിയതായി 62 എണ്ണത്തിനെ കണ്ടെത്തി. അപ്പൊ ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങൾ ഉള്ള ഗ്രഹം ഏത്? ശനിയാണ്. ശനിയാണ്. 145 എണ്ണം ഉണ്ട്. പുതിയതായി കണ്ടെത്തിയതിന്റെ എണ്ണം 62. അപ്പോൾ ആ ഒരു പോയിന്റോടെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. അടുത്ത പോയിന്റിലേക്ക് വരാം. ത്രിപുരയുടെ ടൂറിസം അംബാസിഡർ ആയിട്ട് നിയമിച്ചത് ആരെയാണ്? ത്രിപുരയുടെ ടൂറിസം അംബാസിഡർ ആയിട്ട് നിയമിച്ചത് ക്രിക്കറ്റ് താരം, ബംഗാൾ കടുവ എന്നൊക്കെ അറിയപ്പെടുന്ന സൗരവ് ഗാംഗുലി. അപ്പൊ ത്രിപുരയുടെ ടൂറിസം അംബാസിഡർ ആയിട്ട് നിയമിച്ചത് ബംഗാൾ കടുവ എന്നറിയപ്പെടുന്ന സൗരവ് ഗാംഗുലിയെയാണ്. പോയിന്റുകൾ കൃത്യമായിട്ട് പഠിക്കുക. അടുത്ത പോയിന്റ്, ഇൻസ്റ്റഗ്രാമിൽ 250 മില്യൺ ഫോളോവേഴ്സ്. ഇൻസ്റ്റഗ്രാമിൽ 250 മില്യൺ ഫോളോവേഴ്സ് വരുന്ന ആദ്യത്തെ ഏഷ്യക്കാരൻ ആര്? ദാറ്റ് ഈസ് വിരാട് കോഹ്ലിയാണ് കേട്ടോ. വിരാട് കോഹ്ലിക്ക് ഇൻസ്റ്റഗ്രാമിൽ 250 മില്യൺ ഫോളോവേഴ്സ്. ഇൻസ്റ്റഗ്രാമിൽ 250 മില്യൺ ഫോളോവേഴ്സ് ഉള്ള ആദ്യത്തെ ഏഷ്യക്കാരനാണ് വിരാട് കോഹ്ലി. ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് നമുക്കറിയാം CR7 ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. പിന്നെ ഉള്ളത് ലയണൽ മെസ്സി. പിന്നെ ഈ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫോളോ ഉള്ളത് വിരാട് കോഹ്ലിക്കാണ്. കിങ് കോഹ്ലി അല്ലെ, വിരാട് കോഹ്ലി. അടുത്തത്, ഇന്ത്യ ഈ അടുത്തിടെ പരീക്ഷിച്ച ഒരു ഗതി നിർണയ ഉപഗ്രഹം, നാവിഗേഷൻ സാറ്റലൈറ്റിന്റെ പേരാണ് NUS-01. ഓർത്തു വെച്ചോണേ. ഇന്ത്യയുടെ പുതിയ ഗതി നിർണയ ഉപഗ്രഹത്തിന്റെ പേരാണ് NUS-01. അത് വിക്ഷേപിച്ച വാഹനമാണ് GSLV F-12, ജിയോ സിൻക്രോണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. അതാണ് GSLV F-12. GSLV F-12 എന്ന വാഹനത്തിലാണ് NUS-01 എന്ന ഗതി നിർണയത്തെ ഇന്ത്യ പരീക്ഷിച്ചത്. ഓക്കെ. അപ്പോ 2023 മെയ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ഇവിടെ നമ്മൾ വിശദമായിട്ട് പൂർത്തിയാക്കിയിട്ടുണ്ട്. ഓക്കെ. പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശദമായി തന്നെ പഠിക്കുക. കൃത്യതയോടുകൂടി പഠിച്ചു പോവുക. എല്ലാവർക്കും നന്ദി.